കൊല്ലവർഷം 1200 ഇടവമാസം 1-ാം തീയതി, അതായത് 15/5/2025 വ്യാഴാഴ്ച, 30 വ്യാഴാഴ്ച, 14-ാം തീയതി വ്യാഴമാറ്റമൊക്കെ വന്നിട്ടിരിക്കുന്ന ദിവസം. തൃക്കേട്ട നക്ഷത്രവും മൂലം നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം. തൃക്കേട്ട നക്ഷത്രം വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉള്ളൂ. കൃഷ്ണപക്ഷ തൃതീയ തിഥി വരുന്ന ദിവസമാണ് ഈ ദിവസം. വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ വിഷ്ണുപ്രീതി വരുത്തേണ്ട ദിവസമാണ്. സന്താനഗോപാലമൂർത്തിയായ പൂർണ്ണത്രയീശനെ പ്രാർത്ഥിക്കേണ്ട ദിവസമാണ്. അതുപോലെ തന്നെ വ്യാഴപ്രീതി, വ്യാഴമാറ്റം അനുകൂലവും പ്രതികൂലവും എന്ന ഏത് രാശിക്കാർക്കും വ്യാഴപ്രീതി വരുത്തുവാനും ദൈവാധീനം വർദ്ധിപ്പിക്കുവാനും പറ്റിയ ദിവസമാണ് മാസം ആദ്യമായ വ്യാഴാഴ്ച. ഈ ദിവസം സൂര്യോദയം വരുന്നത് 5:47 AM-നും സൂര്യാസ്തമയം 6:23 PM-നും. രാഹുകാലമാകട്ടെ 1:39 PM മുതൽ 3:14 PM വരെയും, ഗുളികകാലം 8:56 AM മുതൽ 10:30 AM വരെയും, യമകണ്ഠകാലം 5:47 PM മുതൽ 7:21 PM വരെയും, അഭിജിത് മുഹൂർത്തം 11:41 AM മുതൽ 12:03 PM വരെയും, 12:07 PM മുതൽ 12:29 PM വരെയും തുടരുന്നു. മേടം രാശിക്കാർക്ക് ചന്ദ്രാഷ്ടമമാണ്. ഇനി ഈ ഇടവ മാസത്തിലെ സംക്രമം വരുന്നത് ഇടവം 1 വ്യാഴാഴ്ച ഉദയാൽ പൂർവ്വം 14:43 അതായത് രാത്രി 12:13:35 അതായത് 12:13:35 വ്യാഴാഴ്ച പുലർച്ചെ, അതായത് 15/5/2025 പുലർച്ചെ 12:13:35 സൂര്യൻ മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കുന്നത്. തൃക്കേട്ട നക്ഷത്രത്തിലാണ്, അതായത് വൃശ്ചികക്കൂറിലാണ് ഇടവ രവി സംക്രമം. അപ്പം വ്യാഴമാറ്റം രാത്രിയിൽ അനുഭവിച്ചതിന് ശേഷമാണ്, വ്യാഴമാറ്റത്തിന് ശേഷമാണ് ഇടവ രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്നത്. അപ്പം തന്നെ എല്ലാ ഇടവം 1 ഒരു എല്ലാ സൗഭാഗ്യങ്ങളുമുള്ള ഒരു ദിവസം, ദൈവാധീനമുള്ള ഒരു ദിവസമായി തീരും എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം. ഗ്രഹങ്ങളുടെ ഒരു ഇത് പറയുമ്പോൾ സൂര്യൻ ഇടവത്തില്, ചന്ദ്രൻ വൃശ്ചികത്തിലും ധനുവിലുമായിട്ടാണ് തുടങ്ങുന്നത്. വൃശ്ചികത്തില് പിന്നീട് ധനുരാശിയിലേക്ക് മാറും. കർക്കിടകത്തിൽ തന്നെ, ബുധൻ നിൽക്കുന്നത് മേടത്തിൽ, ഗുരു നിൽക്കുന്നത് മിഥുനത്തിൽ, ശുക്രനും മന്ദനും സർപ്പിയും മീനൻ രാശിയിൽ തന്നെ, കന്നിയിൽ കേതു, ഗുളികോദയം വന്നിരിക്കുന്നത് മിഥുനൻ രാശിയിലെ ഇടവൻ രാശിയിലേക്ക് സൂര്യനും സംക്രമിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും സമയബന്ധിതമായിട്ടും ലഗ്നവും ഉദയവും വന്നിരിക്കുന്ന ഇടവത്തിൽ തന്നെയാണ്. അപ്പം ഈ വ്യാഴാഴ്ച പൂർണ്ണ ഫലം അനുഭവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. 30 വ്യാഴാഴ്ച ആയതുകൊണ്ട് മഞ്ഞ വസ്ത്രം ധരിക്കുന്നത്, മഞ്ഞപ്പട്ട് ഭഗവാന് ചാർത്തുന്നത്, തുളസിമാല, താമരമാലയൊക്കെ ഭഗവാനൊക്കെ സമർപ്പിച്ച് എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ എല്ലാവരും ശ്രമിക്കൂ. വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഗണപതി ഭഗവാൻ ഒരു കറുകമാലയൊക്കെ ചേർത്തി പ്രാർത്ഥിക്കുന്നതും നന്നായിരിക്കും. 2025 മെയ് മാസം 15-ാം തീയതി വ്യാഴമാറ്റമൊക്കെ സംഭവിച്ചിരിക്കുന്നു. വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക്, അതായത് മേടൻ രാശിക്കാരുടെ 3-ാം ഭാവത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. ഈ സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവർക്ക് വന്നു ചേരുന്നത് എന്ന് നോക്കാം. ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാകുന്ന ചില കാര്യങ്ങൾ തുടങ്ങി വയ്ക്കും. വിശിഷ്ട വസ്തുക്കൾ കൈവശം വന്നു ചേരും. ജീവിതത്തിൽ അടുക്കും ചിട്ടയുമൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കും. തൊഴിൽപരമായ മികച്ച സാധ്യതകളൊക്കെ വന്നു ചേരും. ഉദ്ദേശിച്ച രീതിയിലുള്ള വിവാഹ ബന്ധം ഒന്നു ചേരും. സൽക്കർമ്മങ്ങളിലൂടെ ഗുണഫലം വളർത്തും. സൽക്കർമ്മങ്ങളിലൂടെ ഗുണമുണ്ടാകും. പ്രധാന സന്ദർഭങ്ങളിൽ വേണ്ടപ്പെട്ടവരുടെ സഹകരണം ലഭിക്കും.
കൈവിട്ടുപോയ ഭൂസ്വത്ത് തിരിച്ചു പിടിക്കുവാനുള്ള ഒരു ശ്രമം നടത്തും. കാർഷിക രംഗം അല്പം മെച്ചപ്പെടും. ആത്മധൈര്യം വർദ്ധിക്കും. സന്തോഷവും സമാധാനവും വീണ്ടെടുക്കുവാനായി കഠിന പ്രയത്നം ചെയ്യേണ്ടതായി വരും. വീട്ടുകാരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനായി ശ്രമിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട അല്പം ആശങ്കകൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിന് രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം 30 വ്യാഴാഴ്ച, അതായത് ഇടവമാസം 1-ാം തീയതിയാണ് വ്യാഴമാറ്റം വന്നിരിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ സന്താന ഗോപാലമൂർത്തിയായ പൂർണ്ണത്രേശനെ പ്രാർത്ഥിക്കുന്നതും കഴിയുന്നതും ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിന് വ്യാഴാഴ്ച വ്രതമെടുക്കുന്നത്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെ, വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കൃഷി ലാഭകരമാകും. മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടും. കർമ്മരംഗത്ത് നേട്ടവും ഉയർച്ചയും ഉണ്ടാകും. എല്ലാ കാര്യത്തിലും ഉത്സാഹം പ്രകടിപ്പിക്കും. രോഗങ്ങൾ അല്പം കുറഞ്ഞു കിട്ടുന്ന സമയമാണ്. പൈതൃക സ്വത്ത് ലഭിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും. സർക്കാർ ജോലിക്കും സാധ്യതയുണ്ട്. ഉന്നത പഠനത്തിനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നീങ്ങും. ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം പ്രതീക്ഷിക്കാം. കടങ്ങളെല്ലാം തീർക്കുന്നതിനുള്ള ശ്രമം വിജയിക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിനായി രാശിനാഥനായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാവിഷ്ണുവിനെ കൂടി പ്രാർത്ഥിക്കുന്നതും സന്താന ഗോപാലമൂർത്തിയായ പൂർണ്ണത്രേശിനെ പ്രാർത്ഥിക്കുന്നത്, വ്യാഴാഴ്ച വ്രതമെടുക്കുന്നത്, ഇടവമാസം 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ സൂര്യൻ രാശിയിൽ തന്നെ വന്നതുകൊണ്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതും എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കിട്ടുന്നതിന് സഹായകമാകും. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക അച്ചടക്കം കർശനമായി പാലിക്കുവാൻ സാധിക്കും. പഴയ കൂട്ടുകാരുമായി ഒത്തുചേരലുണ്ടാകും. വളരെ ശ്രദ്ധിച്ച് മാത്രം കാര്യങ്ങളിൽ ഏർപ്പെടും. മക്കളുമായി ബന്ധപ്പെട്ട പ്രതീക്ഷകളെല്ലാം യാഥാർത്ഥ്യമാകും. എളുപ്പ വഴിയിലൂടെ കാര്യങ്ങൾ നേടാനാകും. പുതിയ വീട് വാങ്ങുവാൻ സാധിക്കും. സൗഹൃദങ്ങൾ വഴി നല്ല തൊഴിലവസരങ്ങൾ വന്നു ചേരും. ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയുന്ന ദിവസമാണ്. പുതിയ സംരംഭങ്ങൾക്ക് പണം മുടക്കും. ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലുള്ള ആശങ്കകൾ മാറിക്കിട്ടും. നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരുന്നതിനായി വ്യാഴമാറ്റം ഏറ്റവും അനുകൂലമായി തീരുന്നതിന് വ്യാഴപ്രീതി വരുത്തുന്ന കർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, ഓം നമോ ഭഗവതേ വാസുദേവായ ജപിക്കുന്നത്, ഓം നമോ നാരായണായ ജപിക്കുന്നത്, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത്, വൈശാഖ മാസമായതുകൊണ്ട് തന്നെ ഹരേ രാമ ഹരേ കൃഷ്ണൻ ജപിക്കുന്നതൊക്കെ വളരെ വളരെ ഗുണം ഫലങ്ങൾ നൽകുന്നതാണ്. ഗുരുപ്രസാദം വന്നു കഴിയുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും നിലനിന്ന് കിട്ടുന്നതാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 12-ലേക്കൊക്കെ വന്ന് നിൽക്കുകയാണ്. വരവിനേക്കാൾ ചിലവ് അല്പം കൂടുവാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും വ്യാഴത്തിന് പ്രീതികരമായ സഹസ്രനാമ പാരായണം, വിഷ്ണു സഹസ്രനാമ പാരായണം, വിഷ്ണു അഷ്ടോത്തരം ജപിക്കൽ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള ജപിക്കൽ, പൂർണ്ണത്രേശ സന്താന ഗോപാലമൂർത്തിയായ പൂർണ്ണത്രേശനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് മൂലം സാമ്പത്തികമായി ഉണ്ടായ തടസ്സങ്ങളൊക്കെ മാറും. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. മത്സര പ്രവണതയോടെ പ്രവർത്തിക്കും. തർക്കങ്ങൾ ഒത്തുതീർപ്പിലെത്തും. വിദേശ ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരും. പൂർവിക സ്വത്തിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങും. ഉത്തരവാദിത്വ ബോധം വർദ്ധിക്കും. ലോട്ടറി പോലെയുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ വിജയിക്കും. അധ്യാപകർക്കും അഭിഭാഷകർക്കുമൊക്കെ തൊഴിലിൽ ശോഭിക്കാൻ പറ്റുന്ന സമയമാണ്. അപ്രതീക്ഷിത ധനലാഭമുണ്ടാകും. പുതിയ പഠനാവസരങ്ങൾ വന്നു ചേരും. എല്ലാ സൗഭാഗ്യങ്ങളും നിലനിർത്തി കൊണ്ടുപോകാൻ രാശിനാഥയായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത്, മഞ്ഞ വസ്ത്രം ധരിക്കുന്നത്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അധ്യാപകർക്ക്
ഏറ്റവും അനുകൂലമായ സമയമാണ്. സർവ്വ അഭീഷ്ടങ്ങളും സാധിച്ച് എടുക്കുവാൻ പറ്റുന്ന സമയമായതുകൊണ്ട് തന്നെ 10-ൽ സൂര്യനൊക്കെ നിൽക്കുന്നുണ്ട്. കർമ്മരംഗത്തൊക്കെ ശോഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അപ്രതീക്ഷിത ധനലാഭമുണ്ടാകും. പുതിയ സ്ഥാനമാനങ്ങളൊക്കെ കൈവരും. പേരും പ്രശസ്തിയും വർദ്ധിക്കും. സാമ്പത്തികമായി വളരെ ഉയർച്ച ഉണ്ടാകും. കുടുംബാംഗങ്ങളുമായി വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കും. ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടുവാനുള്ള യോഗമുണ്ട്. അലസതയെല്ലാം മാറിക്കിട്ടും. സാമ്പത്തികമായ പ്രയാസങ്ങൾ നീങ്ങും. ജീവിത പങ്കാളിക്ക് നൽകിയ വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റുവാൻ ശ്രമിക്കും. ആത്മധൈര്യം വർദ്ധിക്കും. സന്തോഷവും സമാധാനവും വീണ്ടെടുക്കുവാനാവും. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കിട്ടുവാൻ രാശിനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം വിഷ്ണു പ്രീതികരമായ പ്രാർത്ഥനകൾ കൂടി ചെയ്യുന്നത്, വ്യാഴാഴ്ച വ്രതമെടുക്കുന്നത്, ഗുരുക്കന്മാരെ ആദരിക്കുന്നത്, ഗുരുപൂജയൊക്കെ ചെയ്യുന്നത്, ഉപാസനാ ബലമൊക്കെ കൂട്ടുന്നത് എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകുന്നതിന് സഹായകമാകും. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ വീട്ടുപകരണങ്ങൾ വാങ്ങും. ആഗ്രഹിച്ചവരുമായിട്ടൊരു പുനഃസമാഗമം, പിണങ്ങി നിന്നവരുമായിട്ടൊക്കെ ഒരു സമാഗമം ഉണ്ടാകും. വാഹനങ്ങൾ മാറി വാങ്ങുന്നതിനുള്ള സാധ്യതയുണ്ട്. അർഹതപ്പെട്ടവർക്ക് സഹായങ്ങൾ ചെയ്യുവാൻ മടി കാണിക്കില്ല. കിട്ടാക്കടങ്ങളൊക്കെ തിരിച്ചു കിട്ടുന്ന ദിവസമാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കും. വീട് പണി പുനരാരംഭിക്കും. കച്ചവട രംഗത്ത് നേട്ടമുണ്ടാകുന്ന കാലമാണ്. വീട് നവീകരിക്കും. അടുത്ത സുഹൃത്തുക്കളുമായി ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകളെല്ലാം മാറ്റിയെടുക്കും. മറ്റുള്ളവരാൽ പ്രശംസിക്കപ്പെടും. പുതിയ കർമ്മ സാധ്യതകളൊക്കെ വന്നു ചേരും. രാശിനാഥയായ മഹാലക്ഷ്മി മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം വിഷ്ണു ഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭപര്യവസാനിയായി തീരും. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 9-ലേക്ക് മാറി എന്നുള്ളതൊരു വളരെ ആശ്വാസമുള്ള ദിവസമാണ്. ഈ 14-ാം തീയതി രാത്രി മുതൽ വ്യാഴം ഒരു വർഷക്കാലത്തേക്കാണ് 9-ാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നത്. പല കാര്യങ്ങൾക്കും, മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങൾക്കും തീരുമാനമുണ്ടാകുവാനുള്ള സാധ്യതയുള്ള ദിവസമാണ്. സാമ്പത്തിക അച്ചടക്കം കർശനമായി പാലിക്കുവാൻ പറ്റും. പഴയ കൂട്ടുകാരുമായി ഒത്തുചേരുന്നതിനുള്ള യോഗങ്ങൾ കാണുന്നു. വളരെ ശ്രദ്ധിച്ച് മാത്രം കാര്യങ്ങളിൽ ഏർപ്പെടും. വീട് പണി പൂർത്തീകരിക്കും. തൊഴിൽ രംഗത്ത് ഉയർച്ചയുണ്ടാകും. പുതിയ സംരംഭങ്ങൾക്കായി പണം ചെലവഴിക്കും. ജീവിത പങ്കാളിയുടെ ആരോഗ്യ കാര്യത്തിലുള്ള ആശങ്കകളെല്ലാം മാറിക്കിട്ടും. ബന്ധുക്കളുമായുള്ള പിണക്കവും അകൽച്ചയും ഒക്കെ മാറും. സാഹസികതയും എടുത്തുചാട്ടവും ഒക്കെ നിയന്ത്രിക്കും. മംഗളകർമ്മങ്ങൾ തീരുമാനിക്കപ്പെടും. വിശിഷ്ട വസ്തുക്കൾ സമ്മാനമായി ലഭിക്കും. തൊഴിൽപരമായി തിരക്ക് അല്പം കൂടുന്ന സമയമാണ്. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. സാമ്പത്തികമായി വളരെ നേട്ടമുണ്ടാകുന്ന ദിവസമാണ്. എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം വിഷ്ണു ഭഗവാനെ കൂടി പ്രാർത്ഥിച്ച് വ്യാഴാഴ്ച വ്രതമൊക്കെ എടുത്ത് ഗുരുക്കന്മാരെയൊക്കെ ആദരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അന്യദേശവാസത്തിന് യോഗമുണ്ട്. അലസത മാറിക്കിട്ടും. തൊഴിലിൽ മാറ്റങ്ങൾ വന്നു ചേരും. ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന് യോഗം കാണുന്നു. സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കും. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ അല്പം കൂടി വരുന്ന സമയമാണ്. ഭിന്നതകളൊക്കെ ഏകീകരിക്കുവാൻ ശ്രമിക്കുമെങ്കിലും വിജയിക്കണമെന്നില്ല. അബദ്ധങ്ങളിൽ നിന്നും അബദ്ധങ്ങളിലേക്കുള്ള യാത്രയും വരാനുള്ള സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി തീരുമാനമെടുക്കുന്നത് നന്നായിരിക്കും. പൊതുപ്രവർത്തകർക്ക് നല്ല സമയമാണ്. ആഗ്രഹിച്ച കോഴ്സിന് പ്രവേശനം ലഭിക്കും. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വ്യാഴപ്രീതി വരുത്തുന്നത് കൊണ്ട് എല്ലാവിധ ഗുണഫലങ്ങളും അനുഭവിക്കുവാൻ സാധിക്കും. രാശിനാഥയായ ഭദ്രകാളിയമ്മയെ പ്രാർത്ഥിക്കുന്നതോടെ എല്ലാം സന്തോഷമായി തീരുന്നതാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾക്ക് സാധ്യതയുണ്ട്. വ്യാഴം
മാർഗസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നതുകൊണ്ട് വിവാഹ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമുണ്ടാകും. വളരെ കാലമായി ഒരു നേതൃത്വ ഗുണം ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരും. നല്ല ദിശാബോധം വരുന്ന ദിവസമാണ്. ഭാഗ്യം പല രീതിയിലും തുണയാകും. സന്താനങ്ങൾക്ക് നല്ല സാഹചര്യങ്ങൾ, അതായത് ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാൻ സാധിക്കും. പ്രിയജനങ്ങൾ വഴി നല്ല തൊഴിലവസരങ്ങൾ ലഭിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ സംഘടിപ്പിക്കും. സത്യനാരായണ പൂജയൊക്കെ നടത്തുവാനുള്ള യോഗമുണ്ട്. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള താല്പര്യം കാണിക്കും. വ്യവസായത്തിൽ നല്ല പങ്കാളികളെ കിട്ടും. വെല്ലുവിളികളെ നിഷ്പ്രയാസം മറികടക്കുവാൻ സാധിക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടുകൂടി കുടുംബ പരദേവതയുടെ അനുഗ്രഹത്തോടുകൂടി എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം താൽക്കാലിക തൊഴിലുകളിൽ ജോലി ചെയ്തിരുന്നവർക്ക് അത് അവരുടെ ജോലി ഉറപ്പിച്ച് കിട്ടുവാനൊക്കെ ചില സാധ്യതകളുണ്ട്. സാമൂഹിക ബന്ധങ്ങളിലൂടെ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. ആരോഗ്യ പ്രശ്നങ്ങൾ അല്പം വഷളാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. അതിനുള്ള വഷളാവാനുള്ള സാധ്യതകളുണ്ട്. ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വ്യവസായ സംരംഭങ്ങൾ വിപുലീകരിക്കണം. അതിനുള്ള ശ്രമമൊക്കെ തുടങ്ങി വയ്ക്കുന്നത് നല്ലതാണ്. വീട് പണി അല്പം മുടങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. ക്ഷമയോടുകൂടി കാത്തിരുന്ന് പതുക്കെ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ആത്മാർത്ഥത പുലർത്തുമെങ്കിലും അംഗീകാരത്തിന് അല്പം കാത്തിരിക്കേണ്ടതായി വരും. തൊഴിൽ പ്രയാസങ്ങൾ മാറിക്കിട്ടും. സഹായ വാഗ്ദാനങ്ങളൊക്കെ നിറവേറും. തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. തീരുമാനങ്ങളൊക്കെ അനുകൂലമായി തീരുന്നതിന് അല്പം കൂടി കാത്തിരിക്കുക. രാശിനാഥനായ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത്, ആഞ്ജനേയ സ്വാമിയെ, അതുപോലെ തന്നെ വിഷ്ണുമായ സ്വാമിയെയും മറ്റ് ചത്തൻ സ്വാമിമാരെയൊക്കെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. വിഷ്ണു പ്രീതികരമായ കർമ്മങ്ങൾ കൂടി ചെയ്യുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നഷ്ടങ്ങൾ നികത്തുവാൻ കഴിയും. വലിയ പ്രശ്നങ്ങളെ വിജയകരമായി അഭിമുഖീകരിക്കുവാൻ സാധിക്കും. മനസ്സമാധാനം വർദ്ധിക്കും. ജീവിതത്തിൽ പുതിയ വഴിത്തിരിവുകളിലേക്ക് യാത്ര തിരിക്കും. കാര്യസാധ്യത്തിനായി പുതിയ വഴികൾ തുറന്നു കിട്ടും. പ്രവർത്തനങ്ങൾ അംഗീകരിക്കപ്പെടും. ശാരീരിക വിഷമതകൾ മാറിക്കിട്ടും. തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കാവുന്ന സമയമാണ്. സ്വപ്നങ്ങളും പ്രതീക്ഷകളും സഫലമാകുന്ന ദിവസവുമാണ്. സമൂഹത്തിൽ നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയെടുക്കും. ഉറച്ച തീരുമാനങ്ങളെടുത്ത് മുന്നേറുന്നതോടുകൂടി ദിനം ഈ വ്യാഴാഴ്ച എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ സാധിക്കും. വ്യാഴപ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, ഗുരുക്കന്മാരെ ആദരിക്കുക, വ്യാഴാഴ്ച വ്രതമെടുക്കുക, രാശിനാഥനായ ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, ശനീശ്വരനായ ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ നെയ്വിളക്ക് തെളിച്ച് ദീപാരാധന നടത്തുന്നതൊക്കെ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കിട്ടുന്നതിന് സഹായകമാകും. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിച്ചിരുന്ന ധനമാർഗ മാർഗങ്ങൾ വന്നു ചേരും. സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ മനസ്സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകും. വിവാഹ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. സാഹിത്യ രംഗത്തുള്ളവർക്കും കായിക രംഗത്തുള്ളവർക്കും അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കും. തെറ്റുകൾ മനസ്സിലാക്കി പരിഹരിക്കുവാനുള്ള അവസരം വന്നു ചേരും. പുതിയ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാവും. വെല്ലുവിളികളെ നിഷ്പ്രയാസം അതിജീവിക്കും. വീട്ടിൽ ശുഭകാര്യങ്ങൾ നടക്കും. ഭൂമി വിൽക്കാനും വാങ്ങാനും പറ്റിയ സമയമാണ്. അതിനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. പൊതുപ്രവർത്തകർക്ക് അനുകൂലമായ സാഹചര്യം വന്നു ചേരും. ആഗ്രഹിച്ച കോഴ്സിനുള്ള പ്രവേശനം ലഭിക്കും. കുട്ടികളുടെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നത് മൂലം കുടുംബ അന്തരീക്ഷം കൂടുതൽ സന്തോഷപൂർണമായി തീരും. എല്ലാവിധ സൗഭാഗ്യങ്ങളും സമയബന്ധിതമായി അനുഭവിച്ചു തീർക്കുവാൻ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം, രാശിനാഥന്റെ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുന്നതിനായി പൂർണ്ണത്രയീശനെ പ്രാർത്ഥിക്കുന്നത്, ഗുരുവായൂരപ്പൻ്റെ പ്രാർത്ഥിക്കുന്നത്, ഓം നമോ ഭഗവതേ വാസുദേവായ 108 ജപിക്കുന്നത്, വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നത്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, ഗുരുപൂജയൊക്കെ ചെയ്യുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും.
27 നക്ഷത്രക്കാർക്കും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഈ ഇടവമാസം 1-ാം തീയതി, അതായത് 15/5/2025 വ്യാഴമാറ്റത്തിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുവാനും, ഇനി വ്യാഴം മോശം നിലയിലാണെങ്കിൽ പോലും വിഷ്ണുപ്രീതികരമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് വ്യാഴപ്രീതി വരുത്തുവാൻ, ദൈവാധീനം വർദ്ധിപ്പിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. തിരുപ്പതിയിൽ പോയിരുന്നത് കൊണ്ട് ഇന്ന് ഇത് അപ്ലോഡ് ചെയ്യുവാൻ അല്പം സമയമെടുത്ത് വൈകിപ്പോയി, ക്ഷമിക്കുക. നാളത്തെ പ്രഡിക്ഷൻ നേരത്തെ തന്നെ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ശുഭദിനം ആശംസിച്ചു കൊള്ളുന്നു.